കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ച് പാലായിലെ ജനത ഒരുപക്ഷെ വലിയ സ്നേഹവായ്പകൾ ആണ് മാണിയോട് അവർ കാട്ടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ജനങ്ങൾ ഒഴുകുകയായിരുന്നു. അതിനുശേഷം പ്രാർത്ഥനാ ശുശ്രൂഷകൾ ക്ലിമീസ് ബാവയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം വിലാപയാത്രയായി പാലാ കത്തീഡ്രലിലേക്ക് പോവുകയാണ്. നഗരം ചുറ്റി ഏതാണ്ട് നഗരത്തിൻ്റെ പകുതിയോളം പിന്നിട്ടിരിക്കുന്നു. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ കത്തീഡ്രലിലേക്ക് എത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ചില ചെറിയ മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ മാണി സാറിൻ്റെ സംസ്കാരങ്ങൾ നടക്കും. ഈ അർത്ഥത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. പക്ഷേ എപ്പോഴും നിഴലിച്ചും മുഴച്ചും നിൽക്കുന്ന ഒന്ന് മാണി സാറിനോട് ആ പാലയിലെ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹമാണ്. സാലി മുഹമ്മദ് ചേരുമ്പോൾ, സാലി, ഈ ഘട്ടത്തിൽ മാണി സാറിനെ ഓർക്കാനാകുന്നത് ശരിയായിരിക്കാം. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഒട്ടനവധിയായി ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് വ്യക്തി എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ, അവരുടെ ജനപ്രതിനിധി എന്ന നിലയിൽ വലിയ ബന്ധമാണ് മാണി സാർ ഉണ്ടാക്കിയത്. ഒരു പിളർപ്പുമില്ല, വളർച്ച മാത്രമുള്ള ആ വലിയ സൗഹൃദ സ്വഭാവത്തിലുള്ള ബന്ധമാണ് പാലായുമായി മാണി സാർ നടത്തിയത്, കേരളവുമായി മാണി സാർ സംവദിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ മാണി സാർ ഉയർത്തിയ അത്തരമുള്ള സൗഹൃദത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് സ്നേഹവായ്പകളായി അദ്ദേഹത്തോട് ഇപ്പോൾ അന്തിമ മൊഴിയായി ജനത രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാലി, അജിംഷാദ്, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലും അപ്പുറം വലിയ വികാരവായ്പും സ്നേഹവായ്പുമാണ് ഈ ജനതതി കെ എം മാണിക്ക് തിരിച്ചു നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാലം ഈ പാലായിലെ ജനങ്ങളെ എത്രമേൽ ഹൃദയവായ്പോടുകൂടി മനസ്സിൽ സൂക്ഷിച്ചോ, എത്രമേൽ ഹൃദയവായ്പോടുകൂടി ആ വലിയ നേതാവ് ഈ സാധാരണ മനുഷ്യരെ സ്നേഹിച്ചോ, അതിൻ്റെ 10 മടങ്ങ് വർദ്ധിച്ച വീര്യത്തോടു കൂടി അവർ ഈ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന് തിരികെ നൽകുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർക്ക് എല്ലാമാണ് കെ എം മാണി എന്ന മനുഷ്യൻ എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം സൂക്ഷിച്ചിരുന്ന വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും എത്രമാത്രം ആഴമേറിയതായിരുന്നു, വലിപ്പമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടെ കാണുന്ന ഓരോ മുഖങ്ങളിലും കാണുന്ന വേദനയുടെ, കണ്ണീരിൻ്റെ കാഴ്ചകൾ മാത്രം മതി. കാരണം സ്വന്തം കുടുംബത്തിലൊരാൾ വേർപെട്ടു പോയതുപോലുള്ള ഒരു വികാരമാണ് പാലായിലെ ഓരോ ജനങ്ങൾക്കും അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. 50 വർഷത്തിലധികം MLA ആയിരുന്നു. വിവിധ മന്ത്രിസഭകളിലായി ദീർഘകാലം മന്ത്രിയായിരുന്നു. അക്കാലം അത്രയും പാലാക്കാരനും പാലയുമായി അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, വോട്ടർമാരെന്നതിനപ്പുറത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഓരോ വ്യക്തിയുമായിട്ടുള്ള അടുപ്പം തന്നെയായിരുന്നു. ആ അടുപ്പം അവരുടെ ഓരോ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളിലും കെ എം മാണിയെ പങ്കെടുപ്പിക്കുന്ന തരത്തിലേക്ക് അവർ മാറുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം മാണി ഇവിടെ ഏറ്റവും അധികം പങ്കെടുത്തിട്ടുണ്ടാവുക സർക്കാർ ഔദ്യോഗിക ചടങ്ങുകളെക്കാൾ ഉപരിയായി ഓരോ കുടുംബങ്ങളിൽ നടന്നിട്ടുള്ള സ്വകാര്യ ചടങ്ങുകളാവാം. അത് മരണമാകട്ടെ, വിവാഹമാകട്ടെ, അത്തരം ചടങ്ങുകളാവാം. ആ ചടങ്ങുകളിലൊക്കെയും ഒരു പാലക്കാരൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അത് എത്ര ചെറുതായിക്കോട്ടെ കെ എം മാണി എന്ന വ്യക്തിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ടായി എന്നുള്ളതാണ് വസ്തുത. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ സമ്മേളന കാലയളവിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തെ സമ്മേളനം പൂർത്തിയാക്കി വൈകിട്ട് പാലായിലെത്തി ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളിൽ പങ്കെടുത്ത് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി പിറ്റേന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒട്ടേറെ അനുഭവങ്ങൾ കെ എം മാണിയുമായി ബന്ധപ്പെട്ട ഗൺമാൻ അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമേൽ ആഴത്തിലുള്ള ബന്ധം കെ എം മാണി എന്ന വ്യക്തിക്ക് പാലായിലെ ഓരോ മനുഷ്യനും ഓരോ കുടുംബവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ നടക്കുന്ന ചെറു ചടങ്ങുകളാണെങ്കിൽ പോലും കെ എം മാണിക്ക് സ്വന്തം വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ റിസ്ക് എടുത്താണെങ്കിൽ പോലും രാത്രി തിരുവനന്തപുരത്ത് നിന്ന് വാഹനത്തിൽ പാലായിലെത്തി ചടങ്ങിൽ പങ്കെടുത്ത് പുലർച്ചെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്തരം സ്നേഹവായ്പിന് വർദ്ധിച്ച വീര്യത്തോടെ പാലായിലെ ജനതതി
ഇന്ന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിന് അവർ നന്ദി പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രാ നിമിഷങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച. കത്തീഡ്രൽ പള്ളിയിലേക്ക് ഇപ്പോൾ മൃതദേഹം എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനതതി കണ്ണീർ വാർക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഈ കരയുന്ന മനുഷ്യരെല്ലാവരും കേരള കോൺഗ്രസ്സുകാരോ UDFകാരോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ എല്ലാത്തരം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ പുലർത്തുന്ന ജനങ്ങൾ KM മാണിയെ അങ്ങേയറ്റം ഹൃദയവായ്പോടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അജിംഷാദ്, അതായത് സാലി വിലാപയാത്ര പൂർത്തിയാക്കി കത്തീഡ്രലിലേക്ക് പ്രവേശിച്ചോ? തീർച്ചയായും അജിംഷാദ് ഇപ്പോൾ കത്തീഡ്രലിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കത്തീഡ്രലിൽ സെമിത്തേരിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത് കത്തീഡ്രലിലേക്ക് മൃതദേഹം എത്തിയിരിക്കുന്നു. അവിടെ അല്പസമയത്തിനകം സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. തയ്യാറെടുപ്പുകൾ തീർച്ചയായും അതായത് വിലാപയാത്ര പൂർത്തിയാക്കി കത്തീഡ്രലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അവിടുത്തെ ഏതാണ്ട് 15 മിനിറ്റോളം ദൈർഘ്യമുള്ള മതചടങ്ങുകൾ, പ്രാർത്ഥനകൾ, അതിനുശേഷം റോഡിന്റെ എതിരുവശത്തുള്ള ഇപ്പോൾ സാലി നിൽക്കുന്ന അന്ത്യവിശ്രമത്തിനായി ഒരുക്കിയിരിക്കുന്ന കുടുംബകല്ലറയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ചാകും ഔദ്യോഗിക ബഹുമതികൾ നൽകുക, അല്ലേ സാലി? തീർച്ചയായിട്ടും ഇപ്പോൾ പള്ളിക്കുള്ളിലേക്ക് അന്തിമ ചടങ്ങുകൾക്കായി സംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി പള്ളിക്കുള്ളിലേക്ക് മൃതദേഹം എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. ഇനി ഇവിടെ വെച്ച് പള്ളിക്കുള്ളിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളാണ്. അത് ഏതാണ്ട് 15 മിനിറ്റിൽ താഴെയുള്ള ശുശ്രൂഷ ചടങ്ങുകളാണ്. അതിനുശേഷം ഈ സംസ്കാര ശുശ്രൂഷകൾ വൈദികരോ ഒക്കെ ഈ വിശ്വാസങ്ങളോട് KM മാണിയെക്കുറിച്ചും ഒക്കെ ഓർത്തു പറയും. അത്തരം ചില മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ മാത്രമേ അവശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് മൃതദേഹം സെമിത്തേരിയിലേക്ക് എടുക്കാൻ കഴിയും. സെമിത്തേരി പള്ളിയും തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലറയ്ക്ക് സമീപത്ത് മൃതദേഹം എത്തിച്ച് അന്തിമ ശുശ്രൂഷകളും ജനാധിപത്യം എന്നത് സംസ്കാരത്തിന്റെയും സാക്ഷരതയുടെയും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെയും
മിഴിമാർന്ന അടയാളമായി രൂപപ്പെടുത്താമെങ്കിൽ ജനാധിപത്യത്തിൽ റെക്കോർഡുകളുടെ തോഴൻ, ജനപ്രിയനായ നായകൻ ശ്രീ കെ എം മാണി സാർ നമ്മുടെ മധ്യയിൽ അനിശ്ചിതനായി നിൽക്കുകയും കേരളത്തിന്റെയും ഭാരതം മുഴുവന്റെയും ജനാധിപത്യ ചരിത്രത്തിൽ താൻ മത്സരിച്ച ഒരിടത്തും പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എന്നത് മാത്രമല്ല, തുടർച്ചയായ വിജയം, അനിഷേധ്യമായ ജനസ്വീകാര്യത ഇവയുടെയെല്ലാം റെക്കോർഡുകൾ കൈവെള്ളയിൽ കാത്തുസൂക്ഷിക്കുന്ന ജനമനസ്സുകൾ ആവേശമായി അത് ഏറ്റുവാങ്ങുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ കെ എം മാണി സാർ, അദ്ദേഹം ദൈവവിശ്വാസം സജീവമായി വളർത്തിയെടുത്ത് തന്റെ മാതൃ ദേവാലയത്തിൽ നിശബ്ദനായി എന്നാൽ ദൈവസമക്ഷം സ്വീകാര്യനായി നമ്മുടെ മധ്യയിൽ പ്രിയങ്കരനായ മാണി സാറിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അവദാനങ്ങളെ കുറിച്ച് ദീർഘമായി സംസാരിക്കേണ്ടുന്ന അവസരവുമല്ല. എന്നാൽ കേരള സഭയുടെയും കേരളത്തിന്റെ പൊതുകുടുംബ സമൂഹത്തിന്റെയും മധ്യേ ആദരണീയനായ ഈ ജനപ്രതിനിധി ആർജിച്ചെടുത്ത വിജയത്തിന്റെ രഹസ്യം, അതിന്റെ ശക്തി സ്രോതസ് ഓർക്കുക മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനേകായിരം ആളുകൾക്ക് അദ്ദേഹം ആവേശം പകർന്നു നൽകുന്നു എന്നുള്ളത് അദ്ദേഹം സ്വീകരിച്ച ഒരു സമർപ്പണത്തിന്റെ തുടർച്ചയാണ്. മാണി സാർ അനേക കാരണങ്ങളുടെ പേരിൽ ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അടിസ്ഥാനപരമായി അദ്ദേഹം ഈ ദേവാലയത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് തന്റെ ദൈവവിശ്വാസം സജീവമായി പരിപോഷിപ്പിച്ച് നിർത്തി എന്നുള്ളത് നിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തോടുള്ള ബന്ധം അദ്ദേഹം സജീവമായി നിലനിർത്തി. അതിലെപ്പോഴും ജാഗരൂകതയുള്ള ഒരു വിശ്വാസിയായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ജനപ്രതിനിധിയായിരിക്കുമ്പോൾ, മന്ത്രിയായിരിക്കുമ്പോൾ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ അനേക വൈതരണികൾ പിന്നിടുമ്പോൾ, പ്രക്ഷോഭങ്ങളുടെയും വെല്ലുവിളികളുടെയും മധ്യേ അക്ഷോഭ്യനായി നിലകൊള്ളുമ്പോൾ ഞാൻ മനസ്സിലാക്കും, തിരിച്ചറിയുന്നു, അദ്ദേഹത്തെ നിലനിർത്തിയ പ്രധാന ഘടകം ഈ ദൈവദത്തമാണ്. അദ്ദേഹം ഒരു കുടുംബത്തിന്റെ പിതാവായി നമ്മുടെ ഇടയിൽ കാണപ്പെട്ടു എന്നുള്ളത് നിസ്സാരമായ ഒരു വസ്തുതയാണ്. മാണി സാർ മന്ത്രിയായിരുന്ന വർഷങ്ങളുടെ കണക്കും മാണി സാർ ജനപ്രതിനിധിയായിരുന്നതിന്റെ റെക്കോർഡുകളും നമുക്കറിയാം. എന്നാൽ ഉത്തമമായ ഒരു കുടുംബ ജീവിതം അദ്ദേഹം നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് വ്യക്തമാണ്. തന്നെ മുൻപോട്ട് നയിച്ച പ്രചോദനാത്മകമായ ഘടകങ്ങളിൽ ഒട്ടും അപ്രധാനമില്ലാത്ത ഒരു ഘടകമായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടെ നിർത്തി വാത്സല്യം നൽകി കുടുംബനാഥന് അനുയോജ്യമായ നേതൃത്വം നൽകി. മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് അദ്ദേഹം അവർക്ക് ആവശ്യമുള്ളത് പങ്കുവെച്ച് നൽകുകയുണ്ടായി. മാണി സാർ കേരള രാഷ്ട്രീയത്തിലെ
തിരക്ക് പിടിച്ച ജനതകൾക്കിടയിൽ ഈ കുടുംബ ബന്ധം അദ്ദേഹം സത്യസന്ധതയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നിസ്സാരമായി പരിഗണിക്കുവാൻ പാടില്ല. മാണി സാർ അധ്വാനിക്കുന്ന കർഷകരുടെ ജനവിഭാഗങ്ങളുടെ ദുർബലരായ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയത് അദ്ദേഹം ബഡ്ജറ്റ് ദിവസം ഒരു സൂട്ട് കേസുമായി നിയമസഭാ ഹാളിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ പേരിലല്ല. അതിലെഴുതിയിരിക്കുന്നത് തന്റെ സഹപ്രവർത്തകരോടും മുഖ്യമന്ത്രിമാരോടും ആലോചനയോടുകൂടി താൻ കുറിച്ചത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇച്ഛാശക്തി അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. പാവങ്ങളോടുള്ള കരുതൽ മാണിസാറുന്ന വലിയ ധനതത്വശാസ്ത്ര വിദഗ്ധന്റെ മനസ്സിലും ഹൃദയത്തിലും ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തെ ജനകീയനാക്കി എന്നും നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന ഘടകങ്ങളിൽ പ്രധാനമായ ഒരു ഘടകം ഈ കാരുണ്യത്തിന്റെ മുഖമാണ്. അദ്ദേഹം കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞ് മാലാഖമായി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്നവേളയിൽ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് കാരുണ്യ പ്രവൃത്തികളുടെ പ്രചാരകനായിട്ടാണ്. കൃഷിക്കാരെ കുറിച്ച് മനസ്സിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് അതിന്റെ ഒരു പരിണാമ സിദ്ധാന്തമെന്നോണം വന്നു നിൽക്കുന്നത് കാരുണ്യ പ്രവൃത്തികളുടെ പ്രചാരകനായിട്ടാണ്. ആകസ്മികമല്ല, അവിചാരിതമല്ല. ദൈവബന്ധത്തിൽ വളരുന്നവർക്ക് ദൈവം കരുതലോടെ നൽകുന്ന മിഴിവാർന്ന ഒരടയാളം. മാണിസാറുന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, കാരുണ്യത്തിന്റെ അരിവാർന്ന ഒരു മുഖവുമായി കേരള ചരിത്രം എന്നും ഓർത്തിരിക്കുന്നു. കേരള കത്തോലിക്ക സഭയിൽ, ഭാരത കത്തോലിക്ക സഭയിൽ അത് നന്ദി പറഞ്ഞില്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് അത് കൃത്യവിലോപമാകും എന്നത് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ. എല്ലാ സമുദായങ്ങളോടും എല്ലാ വിഭാഗങ്ങളോടും എല്ലാ ജനസമൂഹങ്ങളോടും മാണിസാർ ഹൃദയ അടുപ്പം അദ്ദേഹത്തിന്റെ വാത്സല്യം കാണിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ കത്തോലിക്ക സഭയുടെ വിവിധങ്ങളായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ അനുഭാവത്തോടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ എന്നും ആശ്വാസമായി, മറുപടിയായി, പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധിയിൽ പരിഹാരമായി അദ്ദേഹം മുൻപോട്ട് നിന്നിരുന്നു എന്നുള്ളത് ഓർക്കുകയും ഭാരതസഭയുടെ പേരിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് സൂസൻ മാത്യു പിതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭാരതസഭയ്ക്ക്, കേരള സഭയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള, ക്രൈസ്തവ സമൂഹത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ള, ഈശ്വര വിശ്വാസികൾക്ക് സ്നേഹത്തിൽ വിശ്വസിക്കുന്ന സകലത്വം അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ നേതൃത്വത്തെ ഏറെ ആദരവോടുകൂടി ഓർക്കുന്നു. അദ്ദേഹം ഇനി ചരിത്രത്തിന്റെ താളുകളിൽ നമ്മുടെ മനസ്സുകളിൽ നിറയുകയും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള ഈശ്വര വിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയുടെയും മായാത്ത അവിസ്മരണീയമായ നല്ല ഓർമ്മകൾ നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രകാശമാകട്ടെ. നമുക്കത് ഏറ്റുവാങ്ങാം. അത് നമ്മുടെ ഈ സമൂഹത്തിന്റെ ചരിത്രത്തെ ദിശാബോധത്തിലേക്ക് നയിക്കുന്നതിന് ഇടയാകട്ടെ. മാണിസാറിന്റെ ദേഹവിയോഗത്തിൽ ഈ കേരളക്കരയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, സമസ്ത ജനവും ഒന്നുപോലെ പറയുന്ന ഒരു കാര്യം, ഇതുപോലെ ഒരു നേതാവ്, സകലതും പൂർത്തീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അടയാളമായ ഒരു ജീവിതം, ഒരു നേതാവ് വിരളം, അത്യപൂർവം. ഇപ്രകാരം ഒരു നേതാവിനെ
നമുക്ക് നൽകിയ ദൈവത്തോട് നന്ദി പറയാം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും സാ എന്ന് കൂട്ടി വിളിക്കുന്ന മാണിസാർ ഇനി അദ്ദേഹം ജീവിച്ച ഈ മൂല്യങ്ങളുടെ അധ്യാപകനായി, പ്രധാന അധ്യാപകനായി നമ്മുടെ മനസ്സുകളിൽ ഭരിക്കട്ടെ. സർവ്വതും നിയന്ത്രിക്കുന്ന, സർവ്വതും സ്വീകരിക്കുന്ന, സർവ്വത്തെയും അതിജീവിക്കുന്ന പരമകാരുണ്യവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യവിശ്രമം കൊള്ളട്ടെ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട ജോസ് മാണി MP ഉൾപ്പെടെയുള്ള മക്കളോട്, എല്ലാവർക്കുമുള്ള അനുശോചനം, പ്രാർത്ഥന, ബന്ധം ഈ സമയത്ത് അറിയിക്കുന്നു. കൃത്യമായ ശാന്തിക്കായി മാണിസാറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഉടനെ അഭിമന്യ സുസേതാക്കിയ പിതാവ് തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാണിസാറിന്റെ ജീവിതത്തിൽ അധിക ഭാഗവും ഭരണാസിരാകേന്ദ്രമായ തിരുവനന്തപുരത്തായിരുന്നു. രണ്ട് പിതാക്കന്മാരും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ സൂചിപ്പിച്ച് സംസാരിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ വിധത്തിലാണ് സ്നേഹബഹുമാനത്തിൻ്റെ നാം അഭിസംബോധന ചെയ്യുന്ന മാനസികാർ നമ്മളെല്ലാം വിടപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അസാന്നിധ്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് നൂറ്റാണ്ടിലേറെ നീതിബോധത്തോടെ ആകർഷയോടെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് നിലകൊണ്ട ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു മാണിസാർ. സാധാരണക്കാരുടെയും പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ജീവിതങ്ങളെ തൊട്ടറിഞ്ഞ സമുന്നതനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണം രാഷ്ട്രീയ കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി രാഷ്ട്രീയ നയപരിപാടികളിലൂടെയും സാമ്പത്തിക നടപടികളിലൂടെയും പ്രത്യേകിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് നമുക്കെല്ലാം അറിവുള്ളതാണ്. എല്ലാ വിഭാഗജനങ്ങളോടും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു ബന്ധം പുലർത്തിയിരുന്ന മാണിസാർ ക്രൈസ്തവ സമൂഹത്തോടും സഭാ നേതൃത്വത്തോടും അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ തനതായ സംഭാവന നൽകുന്നതിന് മാണിസാറിന് വളരെയേറെ സാധിച്ചിട്ടുണ്ട്.
മനുഷ്യ സ്നേഹത്തിനും നീതിബോധത്തിനും ഉടമയായിരുന്ന മാണിസാർ പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലും കാരുണ്യവും എന്നും അനുസ്മരിക്കപ്പെടും. കേരളത്തിന്റെ മതേതര രാഷ്ട്രീയ മുഖമായിരുന്ന മാണിസാറിന്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന എല്ലാവരോടും ഇവിടെ സന്നിഹിതരിക്കുന്ന എല്ലാവരുടെയും പേരില്, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക മെത്രാൻസ് കമ്മിറ്റിയുടെ പേരില് അഗാധമായ ദുഃഖവും ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. മാണിസാറിന്റെ പ്രസാദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എടുത്തു കാണിക്കുന്ന ധാരാളം വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ ട്രെയിനിലാണ് യാത്ര ചെയ്യാറുള്ളത്. സാധാരണ ഇതിലാരും ഇത് ശ്രദ്ധിക്കാറില്ല. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിലെ മാണിസാറിനെ കാണാനായി ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് അധികവും യാത്ര ചെയ്യുന്നത്. മന്ത്രിയായിരുന്നത് അദ്ദേഹത്തിന് പ്രത്യേക കമ്പാർട്ട്മെന്റ് ഒരുക്കിയിരുന്നു. ബോഡി വാർഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. കുറെ നേരം സംസാരിച്ച് ഞാൻ എൻ്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ തിരക്കി പിടിച്ച് എൻ്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് കുറേയേറെ എന്നോട് സംസാരിച്ചു. എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുന്ന പിതാവിനുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അതേ പ്രധാനമായിട്ടും സഭ ഇന്ന് സമൂഹത്തിൽ നൽകേണ്ട ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ച്, സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലെ സഭയ്ക്ക് നൽകാനുള്ള സംഭാവനകളെ കുറിച്ചൊക്കെ വളരെ സരസമായിട്ട് രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെ കുറിച്ച്, സ്വപ്നങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. സംഭാഷണത്തിനിടയ്ക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന അവസരത്തിൽ ബഡ്ജറ്റ് ഉൾപ്പെടുന്ന സൂക്കേസും വഹിച്ചുകൊണ്ട് ദേവാലയത്തിൽ ചെന്ന് ദീർഘമായിട്ട് മുമ്പ് നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളുടെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസം തന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തി സ്രോതസ് പരിശുദ്ധ കുർബാനയാണ്. എൻ്റെ വിശ്വാസം പരസ്യമായിട്ട് ആരുടെ പ്രഖ്യാപിക്കുവാൻ എനിക്കൊരു മടിയുമില്ല എന്ന് അദ്ദേഹം എല്ലാ വിശ്വാസത്തെയും ഒരുപോലെ മാനിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ അഭിമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു. കേരള മെത്രാൻസ് സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ കടപ്പാടുകളുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായ അവിഹിതമായിട്ട് ഒന്നും അധികം ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന അവസരത്തിൽ അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കുവാനായിട്ട് മാർഗനിർദ്ദേശങ്ങൾക്കായിട്ട് പലപ്പോഴും ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് മാണിസാറിനെയാണ്. ഒരു ഘട്ടത്തിൽ ഗൗരവമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായ അവസരത്തിൽ ഞങ്ങൾ മാണിസാറിനെ ടെലിഫോൺ ചെയ്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈകുന്നേരം തിരിക്കുകയാണ്, തിരുവനന്തപുരത്തേക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് എപ്പോഴെങ്കിലും രാത്രിയിൽ പാലായിലോട്ട് POC എത്തിച്ചേരാമെന്ന് പറയുകയും അതുപോലെ തന്നെ എത്തിച്ചേരുകയും തൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് സർക്കാരിൻ്റെ നയങ്ങൾക്ക് കോട്ടം വരാതെ തന്നെ
എപ്രകാരം സമാധാനപരമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയേറിയ മാർഗദർശനങ്ങൾ നൽകുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹിതനെയാണ്, ഒരു മാർഗദർശിയെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള ഒരു അവസരമുണ്ടായി. ആ അവസരത്തിൽ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. അദ്ദേഹം മന്ത്രിമന്ദിരത്തിൽ നമ്മുടെ പറയുന്ന അന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചു. വളരെയധികം തളർന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ ഒന്ന് വന്ന് ഒരു വാക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിട്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടൊരു ചിരിയാണ് എനിക്ക് ടെലിഫോണിലൂടെ കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു, എല്ലാം കരഞ്ഞു കഴിയാനേ ഉള്ളൂ. ഇതാവുണ്ടാകുന്ന വലിയ സമയം നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാനസാറിൻ്റെ വേർപാടിന് നമ്മൾ വളരെയധികം ദുഃഖിക്കുകയാണ്. വലിയൊരു വിടവ് നമ്മളിലൂടെ ഇവിടെ വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ യാത്ര കളയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ എടുത്തു കാണിക്കാനുള്ള ഒരു സമയമല്ല ഇതെന്ന് എനിക്കറിയാം. പ്രധാനമായിട്ടും വിശേഷ പ്രഭാഷണം ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാണിസാറ് ജീവിച്ചിരുന്നപ്പോൾ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമല്ല അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഏതാനും സത്യങ്ങൾ ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപക്ഷെ കുറേയേറെ ആശ്വാസം വീണ്ടെടുക്കുവാൻ നമ്മളെയൊക്കെ സഹായിക്കും. നമുക്കറിയാവുന്ന പോലെ പ്രിയ സഹോദരരെ, ക്രിസ്തീയ ദർശനം, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ക്രിസ്തീയ ദർശനം യേശുവിൻ്റെ വെളിപാടുകളിൽ നിന്നും അപ്പോസ്തലന്മാരുടെ പഠനങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ്. മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് യേശുവിന് മാത്രമേ ആധികാരികമായി പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം വിശ്വസിക്കുന്നു. കാരണം യേശു ദൈവമാണ്. മരണാനന്തരം നാം എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ നിന്ന് പിതാവിൻ്റെ പക്കൽ നിന്ന് വരുന്ന ഏക വ്യക്തി യേശു മാത്രമാണെന്ന് ക്രൈസ്തവരെ നാം വിശ്വസിക്കുന്നു. യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് സുപരിചിതമാണല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പിതാവില്ലാതെ മറ്റാരും പുത്രൻ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പുത്രന്റെ ഈ വെളിപ്പെടുത്തലുകളാണ് ക്രിസ്തു മതത്തിലെ മനുഷ്യ ദർശനത്തിനും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾക്കും അടിസ്ഥാനം. മനുഷ്യബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമായ കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ മാത്രമാണ് യേശു നമുക്ക് നൽകുന്നത്. ദൈവം മനുഷ്യന്റെ ഛായയും സാദൃശ്യത്തിലും മരണമില്ലാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. മരണമില്ലാത്ത ഞാൻ നടത്തുന്ന ജീവനും എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് പരേതർക്ക് വേണ്ടിയുള്ള ഞങ്ങൾ സാധാരണ ചെല്ലാറുണ്ട്. ആ ഒന്നാമത്തെ ആവൃത്തിയിൽ ഇപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്: മരണം നിശ്ചയമെന്ന് ചിന്തയാൽ ആഗ്രഹിക്കുകയാണെന്നവർക്ക് അമൃതയെ കുറിച്ചുള്ള വാഗ്ദാനം ആശ്വാസം നൽകുന്നല്ലോ. പിതാവേ, അങ്ങ് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന് അവസാനം ഉണ്ടാകുന്നില്ല, മാറ്റം വരുന്നതേയുള്ളൂ.
പ്രത്യാശയും സഫലമാകുവാൻ അദ്ദേഹത്തിന്റെ രക്ഷാണ് ലഭിക്കുവാനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ സംസ്കാര സംഘടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അനിഷ്ടജനം രേഖപ്പെടുത്തുന്ന ദൈവങ്ങളുടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നതാകട്ടെ. സഭയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച സുശീലന്റെ പിതാവിനോട് പറയുന്നു. കോട്ടയം ജില്ലക്കാരനായ മാണിസ്വാമിനെ കോട്ടയത്തെ ആർച്ച് ബിഷപ്പ് മാത്യുപിതാവ് അനുസ്മരിക്കുന്നു. ആദരണീയരായ ജനനേതാക്കളെ, മാണിസാറിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ മാണിസാർ നൽകിയ വിലപ്പെട്ട സംഭാവനകളെ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് വിശ്വാസം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെ പറ്റിയും പിതാക്കന്മാർ നമ്മോട് പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം മാണിസാർ എന്നോട് അയൽവാസിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ ആകർഷകമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലാണ് ഇലക്ഷൻ സമ്മേളനത്തിൽ കേരള നിയമസഭയിലെ ഹരിത സാമ്രാട്ടായിരുന്ന ജോസഫ് ചണികാടൻ മാണിസാറിനെ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. യാതൊരു കുറവുകൂടാതെ എന്നെ നിങ്ങൾ എപ്രകാരം ഭരിച്ചുവോ പൂജിച്ചുവോ സംരക്ഷിച്ചുവോ അതുപോലെ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. ഇന്ന് മാണിസാറ് പറയുമ്പോൾ അന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു തന്ന ആ ചണികാടന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. കാരണം ഞാനായ സമുദായത്തെ സ്വന്തമായി കരുതി അദ്ദേഹം സ്നേഹിക്കുകയും ആ സമുദായത്തോടൊപ്പം എന്നും നിലനിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അഭിമാനത്തോടെ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ ആ ഒരു സമൂഹത്തെ പറ്റി ഈ അവസരത്തിൽ നന്ദിയോട് ഞാൻ ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഔദ്യോഗിക ചുമതലകളിൽ എത്രമാത്രം കൃത്യതയോടാണ് അവസരത്തിൽ വളർച്ചയിൽ മൃതദേഹം ഇപ്പോൾ അന്തിമ ശുശ്രൂഷകൾക്കായി പാലാ കത്തീഡ്രലിൽ എത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾക്ക് മുൻപായി ഇപ്പോൾ വിവിധ സഭാ പുരോഹിതന്മാർ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. ഇടവകയുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ ഇടവക സമൂഹത്തെ അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാന 6:45 ഇവിടെ ആരംഭിക്കും. ഇടവകയിലെ വാർഷിക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിന്റെ സമാപന ദിവസമാണെന്ന്. അതുകൊണ്ട് ഇടവക സമൂഹം മുഴുവനും ഈ നെൽച്ചടക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ ധ്യാനത്തിലും വന്ന് പങ്കുചേരണമെന്ന് ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. രാത്രി 9:00 വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള 40 മണി ആരാധന ഇന്ന് ആരംഭിക്കുന്നു എന്ന കാര്യവും ഇടവ സമൂഹത്തെ അറിയിക്കുന്നു.
മാണിയുടെ അന്ത്യകർമ്മങ്ങൾ, അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ ഇപ്പോൾ പാലാ കത്തീഡ്രലിൽ പുരോഗമിക്കുന്നു. അന്തരിച്ച മുതിർന്ന നേതാവ് KM മാണിയുടെ അന്ത്യ സംസ്കാര ശുശ്രൂഷകൾ പാലാ കത്തീഡ്രലിൽ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കത്തീഡ്രലിൽ നിന്നും ചേരുന്നുണ്ട്. സാലി, അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്? എത്ര സമയം ഈ ചടങ്ങ് നീണ്ടു നിൽക്കും? സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പള്ളിക്കകത്ത്, കത്തീഡ്രൽ പള്ളിക്കകത്ത് നടക്കുന്ന ശുശ്രൂഷ ചടങ്ങുകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ നേരത്തെ പൂർത്തിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പുമാരും കർദിനാളും ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തെ KM മാണിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുസ്മരണങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായ ഉടൻ തന്നെ പള്ളിയിൽ നിന്ന് മൃതദേഹം എടുക്കുകയും ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സെമിത്തേരിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ ദൃശ്യങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെ കല്ലറ നിർമ്മാണവും അതിൻ്റെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. കല്ലറയ്ക്ക് ചുറ്റും പോലീസും ഒക്കെ നാട്ടുകാരുമായി വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇനി മൃതദേഹം ഇവിടെ എത്തിയാലുടൻ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. അതിനു മുമ്പ് പോലീസ് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള യാത്രയയപ്പാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും ആ മൃതദേഹത്തെ യാത്രയാക്കുക. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയയപ്പാണ്. തുടർന്ന് ഇവിടെ പള്ളി സെമിത്തേരിയിലുള്ള കല്ലറയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും അവസാന പ്രാർത്ഥനകൾക്ക് ശേഷം കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്യും. അത്തരത്തിലാണ് ഇനി ചടങ്ങുകൾ ബാക്കിയുള്ളത്. ഏതായാലും വലിയ ജനതയാണ് ഇവിടെ പള്ളി സെമിത്തേരിയിലും ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പള്ളി സെമിത്തേരിയിൽ മാത്രമല്ല, കത്തീഡ്രൽ പള്ളിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയമാണ്. വലിയ ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സെമിത്തേരിയുടെ പരിസരത്ത് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. കാരണം വലിയ ജനക്കൂട്ടം സെമിത്തേരിക്കുള്ളിലേക്ക് കടന്നു വരുന്നത് ഒഴിവാക്കേണ്ട പല കാരണങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ കല്ലറകൾ ഉള്ള, മറ്റ് കല്ലറകളും ഒക്കെയുള്ള സെമിത്തേരിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ കയറുകൾ ഒക്കെ കെട്ടി ആളുകൾ സെമിത്തേരിക്കകത്തേക്ക് കൂടുതലായി കടന്നു വരരുത് എന്നൊരു അഭ്യർത്ഥന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സുരക്ഷ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. എങ്കിലും നേരത്തെ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സെമിത്തേരിക്കുള്ളിൽ കടന്ന് നിലയുറപ്പിച്ചിട്ടുള്ള പാലായിലെ ഒട്ടേറെ ആളുകൾ ഇപ്പോഴും സെമിത്തേരിക്കകത്തുണ്ട്. കാരണം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും ഇന്നും പകലും ഒക്കെയായി KM മാണിയുടെ മൃതദേഹം അവസാനമായി ഒന്ന് കണ്ട് വീട്ടിലെത്തി അന്ത്യോപചാരവും അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയവരാണ്. അവർ വീണ്ടും ഈ അവസാന ചടങ്ങുകളിൽ കൂടി ഭാഗവാക്കാകണം എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഓരോ പാലാക്കാരനും. അതുകൊണ്ട് കൂടിയാവണം ഈ അവസാന നിമിഷങ്ങളിലും അവർ KM മാണിയുടെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്, ഒപ്പമുണ്ട്, ഓരോ ചടങ്ങുകളിലും ഭാഗവാക്കാകുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ ചടങ്ങ് കല്ലറയിലേക്ക് മൃതദേഹം എടുത്തു വയ്ക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് കൂടി ഒന്ന് കാണുക എന്നുള്ളത് പാലായിക്കാരെ സംബന്ധിച്ചിടത്തോളം, KM മാണി അത്രമേൽ സ്നേഹിക്കുന്ന ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് കൂടിയാവണം ഇവിടെ ഈ കല്ലറയ്ക്ക് സമീപവും പോലും വലിയ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കാൻ പോലീസും സേനാംഗങ്ങളും ബുദ്ധിമുട്ടുകയാണ്. അത്രമേൽ ആദരവും ഒക്കെയാണ് ഈ പാലായിലെ ജനക്കൂട്ടം KM മാണി എന്ന വലിയ രാഷ്ട്രീയ നേതാവിന് നൽകുന്നത്. കാരണം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു KM മാണി എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. KM മാണി എന്ന് പറയുന്നത് കേവലമായി അവരുടെ ജനപ്രതിനിധി മാത്രമായിരുന്നില്ല. തങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു KM മാണി എന്ന കേരള കോൺഗ്രസ് നേതാവ്, അല്ലെങ്കിൽ KM മാണി എന്ന MLA, അല്ലെങ്കിൽ KM മാണി എന്ന മന്ത്രി അല്ലെങ്കിൽ മുൻ മന്ത്രി. അത്തരത്തിൽ KM മാണി എന്ന ഔദ്യോഗിക വിശേഷങ്ങൾക്കപ്പുറം മറ്റു പലതുമായിരുന്നു പാലാക്കാർക്ക് KM മാണി എന്ന പേര്, മാണി സാർ എന്ന പേര്. അതുകൊണ്ട് കൂടിയാവണം അവർ KM മാണിയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ വിതുമ്പുന്ന മനസ്സും ഹൃദയവുമായി ലേക്ക് ഷോർ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയിൽ അവർ നിറകണ്ണുകളോടെ അണിചേർന്നത്. ആ നിറകണ്ണുകളോട് തന്നെ ഇപ്പോൾ അവസാന നിമിഷം, ഇപ്പോൾ 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു KM മാണി യാത്ര വിട പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ക്കുള്ള അവസാന മണിക്കൂറുകളിലൂടെ, മിനിറ്റുകളിലൂടെ കടന്നു പോകുമ്പോഴും അവർ അതേ വികാരവായ്പോടുകൂടി ആ മൃതദേഹത്തെയും അനുഗമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ പൂർത്തിയാകും. അതിനുശേഷം പള്ളിക്ക് നേരെ എതിർവശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെമിത്തേരിയും
കല്ലറയും ഒക്കെ ഉള്ളത്. ആ സെമിത്തേരിയിലേക്ക് ഉടനെ കൊണ്ടുവരും. ഇവിടെ ചെറിയ ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കല്ലറയിലേക്ക് മൃതദേഹം ഇറക്കി വെച്ചാൽ ഉടൻ തന്നെ അതിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. ഏതാണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടായി പൊതുരാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി ഏറ്റവും അവസാന മിനിറ്റുകളിലൂടെ, അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ വ്യക്തിയോടുള്ള ആദരവ് പൂർണ്ണമായും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് സംസ്ഥാന സർക്കാരും ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം അതേ ആദരവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാലായിലെ വലിയ ജനസഞ്ചയം, ജനക്കൂട്ടം അദ്ദേഹത്തെ യാത്രയാക്കുന്നതും. അത്തരം കാഴ്ചകളാണ് ഇവിടെ എവിടെ തിരിഞ്ഞാലും കാണാൻ കഴിയുന്നത്. വലിയ ജനക്കൂട്ടം മണിക്കൂറുകൾ കാത്തുനിന്ന് പൊരിവെയിലത്തും വാടാതെ തളരാതെ KM മാണിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ആ മൃതദേഹം അവസാനമായി ഒന്ന് കണ്ട് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തുനിന്ന് ഇന്ന് പകൽ മുഴുവൻ നമ്മൾ കണ്ടതാണ്. കരിങ്ങോഴക്കൽ വീടിൻ്റെ മുറ്റത്ത് ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് വലിയ ക്യൂ മീറ്ററുകളോളം നീണ്ട് പൊരിവെയിലത്ത് നീണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. ആ ആളുകൾ മുഴുവൻ ഒറ്റ താല്പര്യമേ, ഒറ്റ ആഗ്രഹമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ചേതനയറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണണം എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അതേ ആളുകൾ തന്നെ വീണ്ടും കണ്ടു മടങ്ങുകയല്ല ചെയ്തത്, മറിച്ച് ആ വിലാപയാത്രയിൽ ഉടനീളം ഭാഗവാക്കാവുകയും തുടർന്ന് പിന്നീട് ഇവിടെ കല്ലറയിലേക്ക് എടുത്തു വെക്കുന്നതിന് വരെയുള്ള ചടങ്ങുകൾക്ക് സാക്ഷിയാവുക എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ആയിരങ്ങളാണ് ഇവിടെ കല്ലറയ്ക്ക് സമീപവും എത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ KM മാണിക്ക് സമാനതകളില്ലാത്ത വിടവാങ്ങലാണ്, യാത്രയപ്പാണ് പാലായിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലമായ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറത്ത്, വിഭാഗീയതകൾക്കപ്പുറത്ത്, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മറ്റ് രാഷ്ട്രീയ ആദർശങ്ങൾ പുലർത്തുന്നവർ, മറ്റു കുടികൾ പേറുന്നവർ ഒക്കെയും KM മാണി എന്ന വ്യക്തിയെ, KM മാണി എന്ന മാണിസാർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും KM മാണി എന്ന വ്യക്തിയെ, KM മാണി എന്ന ജനപ്രതിനിധിയെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം വലിയ ജനക്കൂട്ടം ഈ പള്ളിയിലേക്കും കല്ലറയ്ക്കും സെമിത്തേരിയിലേക്കും ഒക്കെ ഒഴുകിയെത്തുന്നതിന് കാരണവും മറ്റൊന്നല്ല തന്നെ. ഏതായാലും KM മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ഒരു ആദരവാണ് ജനങ്ങൾ നൽകുന്നത്. അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആദരവ് ഇപ്പോൾ മധ്യ കേരളത്തിൽ മറ്റൊരു നേതാവിനും ലഭിച്ചിട്ടില്ലാത്തത്ര വലിയ ആദരവാണ് എന്നുകൂടി പറയേണ്ടി വരും. ആദരവ് ലഭിച്ച ഒരു നേതാവ് പക്ഷേ ഉണ്ടാവില്ല. അത്രമേൽ ആദരവാണ് എല്ലാ വിഭാഗീയതകൾക്കും പക്ഷേ രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറം ഒരുമിച്ച് നിന്ന് നിറകണ്ണുകളോടെ പാലായിലെ ജനങ്ങൾ KM മാണിക്ക് ഇപ്പോൾ യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാലി, മൃതദേഹം കല്ലറയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത നടപടി ഔദ്യോഗിക കേരള സർക്കാരിന്റെ ഔദ്യോഗിക ദുഃഖാചരണം അറിയിച്ചുകൊണ്ടുള്ള ചടങ്ങുകളായിരിക്കുമോ? സെമിത്തേരിയിലേക്ക് ഭൗതിക ശരീരം കുടുംബാംഗങ്ങളും സഹോദരങ്ങളും ചേർന്ന് സമ്മതിച്ചുകൊണ്ട് തീർച്ചയായും ഈ സെമിത്തേരി പള്ളി, കത്തീഡ്രൽ പള്ളി ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന മൃതദേഹം നേരെ സെമിത്തേരിയിലേക്ക് എൻട്രൻസിൽ തന്നെ ഇവിടെ ഔദ്യോഗിക ബഹുമതികൾക്കുള്ള പോലീസ് സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് ഇവിടെ തൊട്ടടുത്ത് ഈ സെമിത്തേരിയുടെ എൻട്രൻസിൽ അതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തൊട്ട് ഒരൽപ്പം ഉള്ളിലായി കാണുന്ന കല്ലറയിലേക്ക് മൃതദേഹം എത്തിക്കുക. ചുരുക്കത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നു. പോലീസും പള്ളി അധികാരികളും KM മാണിയുടെ ബന്ധുക്കളും ഒക്കെ മൈക്കിലൂടെ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ ദയവായി ഈ കല്ലറയ്ക്കും സെമിത്തേരിക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോകണം, സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്തരം അഭ്യർത്ഥനകൾക്ക് അപ്പുറമാണ് അവർക്ക് KM മാണി എന്ന വ്യക്തിയുമായുള്ള ബന്ധം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സുരക്ഷ ഒരു പ്രധാന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ചില നിയന്ത്രണങ്ങൾ കയറും മറ്റും കെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അത് അനിവാര്യമായ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലമുള്ള നിയന്ത്രണങ്ങളാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറം ജനതയാണ് ഓരോ സ്ഥലത്തേക്കും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കല്ലറ പോലുള്ള സ്ഥലത്തേക്ക്, സെമിത്തേരി പോലുള്ള സ്ഥലത്തേക്ക് അത്തരത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ ആൾ ഒഴുകിയെത്തുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടാവും, അപകട സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുവരും. പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സെമിത്തേരിയിലേക്ക് മൃതദേഹം എത്തിക്കുകയും സെമിത്തേരിയുടെ കവാടത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഇടത്ത് വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഗാർഡ് ഓഫ് ഓണർ പോലീസ് നൽകുകയും ചെയ്യും. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ചടങ്ങ്. അതോടുകൂടി
കല്ലറയിലേക്ക് മൃതദേഹം എടുത്തുമാറ്റും. കല്ലറയിലേക്ക് എടുത്തു വെക്കുന്നതോടുകൂടി KM മാണി എന്ന യുഗപ്രഭാവനായ രാഷ്ട്രീയ നേതാവിൻ്റെ അവസാന നിമിഷങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന KM മാണി എന്ന മാണി സാർ ഇനി ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അവസാന വിതുമ്പലിലാണ് പാലയും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളും എന്നുള്ളതാണ് കാര്യം. സാലി, പള്ളിക്കകത്തെ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞോ? സാലിക്ക് എവിടെ നിന്നാൽ കാണാൻ പറ്റുമോ? ഇത്രയും വലിയൊരു ജനവ്യൂഹം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച അസാധ്യമായിരിക്കാം. എങ്കിൽ കൂടിയും പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയായി എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അശ്വതി, പള്ളി ഞാനിപ്പോൾ നിൽക്കുന്ന സെമിത്തേരിയിൽ നിന്നും റോഡിന് എതിർവശത്തായി ഒരു മൈതാനത്താണ് പള്ളി നിലനിൽക്കുന്നത്. അതുകൊണ്ട് പള്ളിക്കകത്തെ ചടങ്ങുകൾ സംബന്ധിച്ചൊരു വ്യക്തത ഇവിടെ ഇനിയും ലഭിച്ചിട്ടില്ല. അവിടെ സംവിധാനങ്ങളുമായി പ്രശാന്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ഏതായാലും ചടങ്ങുകൾ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പള്ളിക്കകത്ത് നടക്കേണ്ട സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ ഒക്കെ വിവിധ ബിഷപ്പുമാർ ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും KM മാണി അനുസ്മരണ വാചകങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയായുന്ന മുറക്രമേ പള്ളിക്കകത്ത് നിന്ന് ഇവിടേക്ക് മൃതദേഹം എടുക്കാൻ കഴിയൂ. ഇപ്പോൾ എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സെമിത്തേരിയിലേക്ക് മൃതദേഹം എത്തിക്കും. സെമിത്തേരിയിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി സെമിത്തേരിക്ക് പുറത്തു വെച്ച് ഒരു ഗാർഡ് ഓഫ് ഓണറും പോലീസ് നൽകുന്നുണ്ട്. അതുകൂടി പൂർത്തിയായാൽ മാത്രമേ ഇവിടെ കല്ലറയിലേക്ക് മൃതദേഹം എത്തിക്കുകയുള്ളൂ. KM മാണി എന്ന അതികായന് രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ്. പള്ളിക്കകത്തെ സംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായുള്ള എല്ലാ ചടങ്ങുകളും ഇപ്പോൾ പൂർത്തിയായി. മൃതദേഹം പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കുടുംബ കല്ലറയിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനു മുൻപായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ഗാർഡ് ഓഫ് ഓണർ അർപ്പിക്കും. അതിനായി എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. 48 മണിക്കൂറായിരിക്കുന്നു KM മാണി എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവ് വിട ചൊല്ലിയിട്ട്. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി പാലക്കാർ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും ഇന്ന് പാലയിലേക്ക് എത്തിച്ചേർന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽക്ക് തന്നെ ഇന്നലെ മുതൽക്ക് തന്നെ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു ജനസഞ്ചയമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അവസാന വിട നൽകുന്നത്. മരണാനന്തര ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം പള്ളിക്കകത്തു നിന്നും കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമാനാർത്ഥമുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമായിരിക്കും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ കുടുംബ കല്ലറയിൽ സംസ്കരിക്കുക. മധ്യ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജനസഞ്ചയമാണ് KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായി ഇന്നലെയും ഇന്നുമായി പാലായിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ സഭാ മേലധ്യക്ഷന്മാർ ഇപ്പോൾ പള്ളിക്കകത്ത് അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അന്തിമ ശുശ്രൂഷ അദ്ദേഹത്തിന് നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ഭൗതിക ശരീരം പുറത്ത് കല്ലറയിലേക്ക് കൊണ്ടുവരികയാണ്. സാലി തുടരുന്നുണ്ട്. സാലി, ഇപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് എത്തിച്ചു. ഗാർഡ് ഓഫ് ഓണർ അല്പസമയത്തിനകം തന്നെ നൽകുമോ? എന്തൊക്കെയാണ് വിവരം? അശ്വതി, മൃതദേഹം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ തന്നെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് മുന്നോടിയായി സെമിത്തേരിയുടെ കവാടത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നിടത്ത് പോലീസ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. ഗാർഡ് ഓഫ് ഓണർ നൽകി മൃതദേഹത്തോട് സംസ്ഥാന സർക്കാരിനുള്ള ആദരവ് അന്തരിച്ച മുൻ മന്ത്രിയും MLA യും ഒക്കെയായ KM മാണി എന്ന രാഷ്ട്രീയ
നേതാവിനോടുള്ള ആദരവ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ആദരവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷം നേരെ ഇവിടെ കല്ലറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചടങ്ങ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ സംസ്കാര സംബന്ധമായ ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. അതിനകം തന്നെ സംസ്കാരം പൂർത്തിയാവുകയും ചെയ്യും. ഏതായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയ ജനക്കൂട്ടം ഇവിടെ പള്ളിയിലും അതേപോലെ തന്നെ സെമിത്തേരിയിലും കല്ലറയ്ക്ക് സമീപത്തുമായി ഒക്കെ എത്തിയിട്ടുണ്ട്. കല്ലറയ്ക്ക് സമീപത്തായി പോലീസ് കയറ് കെട്ടി വലിയ സുരക്ഷ ഒരുക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്ലറയ്ക്ക് അടുത്തേക്ക് ആളുകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തുമാണ് ആളുകൾ ഒഴുകിയെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഇവിടെ ചില മുൻകരുതൽ ബോധപൂർവം എടുത്തിട്ടുണ്ട്. കാരണം കല്ലറയും പള്ളി സെമിത്തേരി ചില നിയന്ത്രണങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ യാത്രയപ്പാണ് KM മാണിക്ക് കഴിഞ്ഞ 48 മണിക്കൂറായി പാലായിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് കരിങ്ങോഴക്കൽ തറവാട്ടിന്റെ വീട്ടുമുറ്റത്ത് ആ മൃതദേഹം എത്തിയപ്പോൾ മുതൽ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ആ മുറ്റത്തേക്ക് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ വലിയ വെയിലത്ത് പൊരി വെയിലത്ത് കുട്ടികളടക്കമുള്ളവർ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് KM മാണിയുടെ മൃതദേഹം അവസാനമായി ഒന്ന് കണ്ടത്. കാരണം അവർക്ക് ആ മൃതദേഹമെങ്കിലും അവസാനമായി ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്നാണ് ആ ഓരോ മുഖങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഇന്ന് നട്ടുച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞത് വലിയ വെയിലും കടുത്ത ചൂടും അത്യുഷ്ണവുമായിരുന്ന സമയങ്ങളിലൊക്കെയും ഒരു കുട പോലുമില്ലാതെ കേവലം ഒരു പത്രത്താളിന്റെ മറവിൽ തലമറച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ആ ഗേറ്റിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അത്രമേൽ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും KM മാണിയെ അവസാനമായി ഒന്ന് കാണണം, തങ്ങളുടെ മാണിസാറിനെ അവസാനമായി ഒന്ന് കാണണം എന്ന് പാലായിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വായിക്കേണ്ടത്. അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ സെമിത്തേരിയുടെ കവാടത്തിൽ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണറിനുള്ള തയ്യാറെടുപ്പ്. ഏതായാലും ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയായ ഉടൻ തന്നെ മൃതദേഹം ഇവിടെ സെമിത്തേരിയിലെ കല്ലറയിലേക്ക് മാറ്റുകയും കല്ലറയിൽ ചില ചടങ്ങുകൾ മാത്രം ബാക്കിയാക്കി ഇവിടെ സംസ്കാരം പൂർത്തിയാവുകയും ചെയ്യും. KM മാണിക്ക് രാഷ്ട്രീയ കേരളം അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അന്തിമ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ KM മാണിയുടെ ഭൗതികദേഹം പള്ളിക്കകത്തു നിന്നും കല്ലറയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു തൊട്ടു മുമ്പായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങ് കൂടി നടക്കും. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. മലയാളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വികാര നിർഭരമായ രംഗങ്ങളുമായാണ് കേരള രാഷ്ട്രീയത്തിലെ അതികായന് പാല ഇപ്പോൾ വിട നൽകുന്നത്. പ്രിയ നേതാവിന് അന്ത്യനിദ്ര ഒരുക്കുന്ന പാല കത്തീഡ്രൽ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഇപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നതും തമ്പടിച്ച് നിൽക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവസാനമായി ഒരു നോക്കു കാണുവാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും ഏകദേശം 21 മണിക്കൂർ എടുത്താണ് കൊച്ചിയിൽ നിന്നും മൃതദേഹം കോട്ടയത്തേക്ക് ഇന്നലെ രാത്രി 12:30 എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിങ്ങോഴക്കൽ തറവാട്ടിലും അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു KM മാണിക്ക് അവസാനമായി വിട ചൊല്ലുവാനായി എത്തിയിരുന്നത്. ആ കാഴ്ച തന്നെയാണ് ഏകദേശം അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമാണ് പാല കത്തീഡ്രലിലേക്കുള്ളത്. എങ്കിൽ കൂടിയും അവിടേക്ക് എത്തിച്ചേരാൻ എടുത്ത സമയം ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. പാല കത്തീഡ്രലിൽ എത്തിയതിനു ശേഷം അന്തിമ ശുശ്രൂഷകൾക്ക് മുമ്പായി സഭാ മേലധ്യക്ഷന്മാർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് അന്തിമ ശുശ്രൂഷ നൽകി. ഇപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുടുംബ കല്ലറയിലായിരിക്കും അദ്ദേഹത്തിന് അന്ത്യനിദ്ര ഒരുങ്ങുന്നത്.
അവിടെയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2-3 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യനിദ്ര ഒരുക്കുന്ന ആ കുടുംബ കല്ലറയ്ക്ക് ചുറ്റും തന്നെ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ചടങ്ങുകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സാലി, ഇപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയ്ക്ക് അടുത്തേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിന്നും അങ്ങനെയല്ലേ വ്യക്തമാക്കേണ്ടത്? അശ്വതി, കുടുംബ കല്ലറയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടില്ല. കല്ലറയ്ക്ക് സമീപം സെമിത്തേരിയുടെ കവാടത്തിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അവിടെ അവസാന വട്ട പ്രാർത്ഥനകൾ, ഓഫീസ് അടക്കമുള്ള അവസാന വട്ട പ്രാർത്ഥനകൾ നടക്കുകയാണ്. അതിനുശേഷം ബിഷപ്പുമാരടക്കമുള്ളവർ ആണ് ഈ ഓഫീസ് അടക്കമുള്ള പ്രാർത്ഥനകൾക്ക്, സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം ഈ സംസ്കാരം നടക്കുന്ന കല്ലറയിലേക്ക് എത്തിക്കും. അല്പം മുമ്പ് മാർ കല്ലറങ്ങാട് പിതാവാണ് ഇവിടെ എത്തി പ്രാർത്ഥനയുടെ ഭാഗമായി ചില ചടങ്ങുകൾ പൂർത്തിയാക്കി വീണ്ടും മടങ്ങിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം ഈ കല്ലറയിലേക്ക് എടുക്കുകയും കല്ലറയിൽ മൃതദേഹ സംസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യും. സംസ്കാരത്തിന് തൊട്ടു മുന്നോടിയായുള്ള ചില ചടങ്ങുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് KM മാണി രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മകൾ മാറും. അദ്ദേഹം ഈ കല്ലറയിൽ അടങ്ങും. അതോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ ഒരു അധ്യായത്തിന് അവസാനമാവുകയാണ്. അതിന് ഉചിതമായ യാത്രയയപ്പ് പാലായിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകളും പൂപ്പുകകളുമായി നിറകണ്ണുകളുമായി അവർ KM മാണിയെ യാത്രയാക്കുകയാണ്. എല്ലാത്തരം രാഷ്ട്രീയ ഭിന്നതകൾക്കും അപ്പുറത്ത് ഉള്ള ചടങ്ങുകളും ഒക്കെയാണ് വികാര വായ്പോടുകൂടിയാണ് യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഇവിടെ ഈ കല്ലറയ്ക്ക് സമീപം പുരോഗമിക്കുന്നു. കല്ലറയ്ക്ക് സമീപത്തായി തന്നെ പ്രത്യേകം തയ്യാറാക്കിയെടുത്താണ് ഇപ്പോൾ മൃതദേഹം വെച്ചിരിക്കുന്നത്. അവിടെ അവസാനവട്ട പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ കല്ലറയിലേക്ക്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കല്ലറയിലേക്ക് മൃതദേഹം എടുക്കുക. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലെന്നേക്കുമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ.